ഇതെങ്ങനെയുണ്ട്? പിന്നെ ഒരെണ്ണം കൂടെ ഞാൻ ഫൈനലിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടെണ്ണമാണ് ഞാൻ ഫൈനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്ലാസി അല്ലേ, ക്യാച്ചി അല്ലേ? ക്യാച്ചിയാണ് പോലെ, അത് സത്യം. പക്ഷെ ഈ ക്ലാസി ആയിട്ടില്ല. അതെന്താ കാര്യം അറിയോ? നീ കണ്ട് ഇതിന്റെ ഈ ഒരു നിറം ഉണ്ടല്ലോ, കുറച്ചുകൂടെ ഒന്നൊരു ലൈറ്റ് കളറൊക്കെ ആക്കി കുറച്ചുകൂടെ ഒരു ക്ലാസി ടച്ച് കൊണ്ടുവരികയാണെങ്കിൽ അതായിരിക്കും ഭംഗി. പക്ഷെ അമ്മ, ഈ കളറാണ് ഇപ്പോഴത്തെ യൂത്തിന്റെ ഒരു ട്രെൻഡ്. ഈ കളറിൽ നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞുണ്ടല്ലോ, ആരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കളർ ഫിക്സ് ചെയ്യാൻ നോക്കിയത്. ശരിയായിരിക്കാം. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് എടാ, ഇപ്പൊ യൂത്തിനും ഒക്കെ ക്ലാസ്സിൽ കാണുന്നതാ ഇഷ്ടം. അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റുകൾ പറയുമല്ലോ, നിനക്കറിയാമല്ലോ. എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം, നീ അങ്ങനെ ഒരെണ്ണം ചെയ്ത് നോക്ക്, ചിലപ്പോ അത് നന്നായിരിക്കും. അങ്ങനെ ഒരു കാര്യം ചെയ്യാം അമ്മ, യൂത്തിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ കളറും പിന്നെ അമ്മ പറഞ്ഞ പോലെ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് വേറൊരു ടൈപ്പ് സാധനം പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കം വന്നു. അത് വേണ്ടില്ല, അത് കൊള്ളാം. അങ്ങനെ പോട്ടെ കേട്ടോ. അല്ല, അമ്മയ്ക്ക് ചോദിക്കാനുള്ളതേ, ഇപ്പൊ നീ ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങാൻ പോകുന്നു, നീ അതിന്റെ ഇടയിൽ കൂടി ഇത് എല്ലാം കൂടെ നിന്നെ കൊണ്ട് പറ്റൂടാ? അമ്മ, ബിസിനസ് എന്ന് പറയുമ്പോ എല്ലാം പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നതാണല്ലോ, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും അമ്മ. അയ്യോ, നന്നായിരിക്കട്ടെ ഈശ്വര. ഏതായാലും എന്റെ പൊന്നു മോനെ, 2025 നിന്റെ വർഷമായിട്ട് മാറട്ടെ. അമ്മയ്ക്ക് സന്തോഷം. എനിക്ക് അമ്മയുടെ വേറൊരു ഹെൽപ്പും കൂടെ വേണം. ഈ തുടങ്ങാൻ പോകുന്ന ഈ കമ്പനിക്ക് വേണ്ടിയിട്ടേ നമുക്കൊരു പരസ്യവാചകം വേണം. അതായത് ഒരു കമ്പനിക്ക് ഇങ്ങനെ ഒരു പ്രൈസ് ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു സാധനം എനിക്ക് അമ്മ പറഞ്ഞു തരണം. അയ്യോ എടാ, അതൊക്കെ നല്ല അഡ്വർടൈസിങ് കമ്പനി ഏജൻസി വരില്ല, അവരെ കൊണ്ട് കൊടുത്താലേ അവര് നിന്റെ ഉസ്താദുക്കളാ മോനെ, നല്ല വാചകം അവർ എഴുതി തരും. അമ്മ, അഡ്വർടൈസിങ് കമ്പനിക്കാരൊക്കെ പൈസക്ക് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുക. അമ്മ പറഞ്ഞു തരുമ്പോ സ്വന്തം മകന് ബിസിനസ് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്കല്ലേ പറഞ്ഞു തരത്തുള്ളൂ. അമ്മ എന്നെ പറഞ്ഞു. എന്റെ ദൈവമേ, അല്ല അപ്പൊ നമ്മളതിനൊരു പാചകം കണ്ടുപിടിക്കണോ ഇനിയിപ്പം? അതായത് പ്രൊഡക്റ്റ് ഇതാണ്, നമ്മള് നാടൻ കരിക്ക്, ഇപ്പൊ നമ്മള് നൊങ്ക്, അതുപോലത്തെ സാധനങ്ങളൊക്കെ ഒരു ബോട്ടിലാക്കി വരുന്നു. അപ്പൊ അത് അട്രാക്റ്റീവ് ആയിട്ട് വാങ്ങണം ആൾക്കാർ. അതിന്റെ വെള്ളം ജ്യൂസും ഒക്കെ കൊടുക്കുന്ന പോലെ. മനസ്സിലായി. നല്ലൊരു കവി എഴുത്തുകാരൻ ഈ വീട്ടിലുള്ളപ്പം ആരും അദ്ദേഹത്തിനോട് ചോദിക്കരുത്, വെറുതെ ഉള്ള ആൾക്കാർ ചോദിക്കണം. അതങ്ങനെയാണ്, കഴിവുള്ളവരെ കാലം അംഗീകരിക്കില്ല. ആരോടാ അമ്മ പറയുന്നത്? നിനക്ക് മനസ്സിലായില്ലേ? അവന്റെ കാര്യം നിന്നോട് പറഞ്ഞതാ. എന്നോടോ? കവി എഴുത്തുകാരൻ. എന്തിനാ? അല്ല, ഞാൻ എന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ, അല്ല എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴേ എഴുതി തരുമായിരുന്നു. എന്റെ ഇപ്പൊ പറഞ്ഞ കേസ് ഞാൻ കേട്ടോണ്ടാണ് വന്നത്. അങ്ങനായിരുന്നോ? അണ്ണ എനിക്കൊരു പ്രൈസ് പറഞ്ഞു. പ്രൈസ് വാങ്ങിക്കുന്നതല്ലേ, അല്ല പറയുന്നല്ലോ. അയ്യോ, പ്രൈസ് അല്ല, ഫ്രേസ്. അതായത് പല അർത്ഥത്തിലും പറയാം. പണ്ടൊക്കെ നീ കേട്ടിട്ടില്ലേ, എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന് പറയുന്ന പോലെ ഇതിന് ചേർന്ന ഒരു വാചകം, മനസ്സിലായോ? അല്ലെങ്കിൽ പഴയ പഴഞ്ചൊല്ല് പോലെ എന്തെങ്കിലും ഒന്ന്, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാചകം പറഞ്ഞു കൊടുക്കാൻ പറയാമായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, എന്നെ ആവശ്യമുള്ള ആദ്യം എന്റെ അടുത്ത് പറഞ്ഞു, അല്ലാതെ വേറെ ചോദിച്ചിട്ട് എന്റെ അടുത്ത്. വേറെ ഞാനോ അവന്റെ അമ്മേ? അല്ല കൊച്ചമ്മ, അത് എന്റെ അടുത്ത് ചോദിക്കാൻ പിന്നെ അണ്ണം പറയണ്ടോ? അല്ല പറയാം, കുഴപ്പമില്ല. അല്ല അണ്ണം പറയണ്ടെന്നേ. അല്ല എനിക്ക് പറയണമെന്നേ. ശരി, ഇതെല്ലാം ഒരാ പറയുന്നത്. ഇതാ പിടിച്ചോ, ഞാൻ പറയാം. കൂമ്പ് തണുപ്പിക്കാൻ പൊളപ്പം വെള്ളം, പ്രതീഷ് കരിക്കിൻ ജ്യൂസ്. കേട്ടില്ല, ഒന്നുകൂടെ പറയാ. കൂമ്പ് തണുപ്പിക്കാൻ കൂമ്പ് തണുപ്പിക്കാൻ പൊളപ്പം വെള്ളം, പ്രതീഷ് കരിക്കിൻ ജ്യൂസ്. എങ്ങനെയുണ്ട്? ഞെട്ടി ഇത്ര പ്രതീക്ഷിച്ചില്ലേ? അല്ല, കൂമ്പ് തണുപ്പിക്കാൻ പൊളപ്പം വെള്ളം. കൂമ്പ് തണുപ്പിക്കാൻ പൊളപ്പം വെള്ളം. പൊള കേറണം, അതാണ്. അത് കേറുന്നത് ഇറങ്ങുന്നതൊക്കെ നീ ഒന്ന് പഠിച്ചു. അതെ അമ്മ, നമ്മുടെ വീടുകളിലെ കലണ്ടറിലെ ആണി മാറിയപ്പോലും, അല്ല കലണ്ടർ മാറിയപ്പോലും മുത്തോണ്ണം മാറുമെന്ന് തോന്നണില്ല. അമ്മ എന്താണ് നല്ല രീതിക്ക് ആലോചിച്ചു. ഞാനെന്നാ അങ്ങോട്ട് പിന്നെ കൊള്ളായിരുന്നത്. ജന്മനാ കിട്ടിയ കഴിവാടാ, അതൊക്കെ എവിടെ മാറാൻ.